അച്ഛനെ ഇങ്ങനെ എന്തോ ഒരു സംശയം തോന്നും. ഇനി നീ എങ്ങാനും കല്യാണം കഴിക്കുന്നുണ്ടോ സുഭാഷ് എന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. വായിക്ക് രുചിയായിട്ടേ എന്തേലും കഴിക്കാലോ. സുഭാഷ് പറയും, ഒരു പെണ്ണ് വരുന്നുണ്ട്, പക്ഷേ കല്യാണം കഴിക്കുന്നത് ഞാനല്ല, ശ്രുതിയാണെന്ന് പറയും. ഹരീഷ് പറയും, വെറുതെ അങ്ങേരോട് സംസാരിച്ച് സമയം കളയില്ല സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് അച്ഛൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ സുഭാഷ് ഒപ്പം പോയിട്ട് പറയാണ്, ശ്രുതി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ. അച്ഛൻ ചോദിക്കും, സ്നേഹിക്കുന്ന പെണ്ണോ? അങ്ങനെ ഒരു പെണ്ണൊന്നും ഉണ്ടാവില്ല. ഈ വീടിനെ പറ്റി അറിയുന്നവരാരും പെണ്ണ് കൊടുക്കില്ല. ഇത് ആ പെൺകുട്ടിയെ പറ്റിച്ച് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാവും. എന്തായാലും അതൊന്ന് ആഘോഷിച്ച് കളയാം. അതും പറഞ്ഞ് അച്ഛൻ സൈക്കിളെടുത്ത് പുറത്തോട്ട് പോവാണ്. നിധിയുടെ അച്ഛൻ വീട്ടിലെത്തുമ്പോൾ അമ്മ ഓടി വന്ന് ചോദിക്കും, നിധി എവിടെ? അരുണിൻ്റെ കാറിലാണോ? സൂര്യ പറയും, അവൾ വരില്ലെന്ന് പറഞ്ഞു ആൻറ്റി. വരില്ലെന്നോ? എന്ന് വെച്ചാൽ അത് തന്നെ, അവൾക്ക് ഞാൻ വേണ്ട, ആ ഡ്രൈവറുടെ കൂടെ ജീവിച്ചാൽ മതിയെന്ന്. ഈ അച്ഛനും അരുണും ഒക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അവൾ വരാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് ആ ഡ്രൈവർ മതിയത്രേ. ചേച്ചി പറയും, അവളെ പറ്റി വെറുതെ അനാവശ്യം പറയരുത്. സൂര്യ പറയും, ഞങ്ങളുടെ മുന്നിൽ വെച്ചാ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടന്നത്. അമ്മ പറയും, എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. സൂര്യ പറയും, ആങ്കിളെ ഒന്ന് വാ തുറന്ന് പറയാമെന്ന് പറയും. നിധിയുടെ അച്ഛൻ പറയും, ഈ കല്യാണം നടക്കില്ല. വിളിച്ചു വരുത്തി അഭിമാനിച്ചതിൽ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അമ്മ പറയും, എന്തൊക്കെയാണ് രാജുവേട്ടായി കേൾക്കുന്നത്? നമ്മുടെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടിട്ട് സൂര്യയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചിട്ട് ഫോണിൽ നിന്ന് അവരുടെ കല്യാണ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. നിധിയുടെ അച്ഛൻ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവിടെ ബക്കറ്റിലുള്ള വെള്ളം എടുത്തിട്ട് തലയിലൂടെ ഒഴിക്കുകയാണ്. സുധി നിധിയോട് പറയും, ഇനി അധികം ദൂരമില്ല, ഇരുട്ട് വീഴുന്നതിന് മുന്നേ നമ്മൾ വീട്ടിലെത്തും. നിധി പറയും, എനിക്കത് ആലോചിക്കുമ്പോൾ പേടിയുണ്ട്. സുധി ഇങ്ങനെ മനസ്സ് പറയും, ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞു കൂട്ടുകയും ചെയ്തു. തൊലഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫോണിൽ അടിക്കുകയാണ്. നിധിക്ക് എന്താ പറഞ്ഞ്? സുധി പറയും, റോഡിലെ ഗട്ടർ കാരണം വണ്ടി ഓടിച്ച് ആകെ തൊലഞ്ഞു എന്ന് പറഞ്ഞതാ. സുധി, ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പോലെ പറയാണ്. കിട്ടില്ലെന്ന് ഉറപ്പുള്ളൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഇല്ലാത്ത ഓരോ കഥകൾ തള്ളിവിടും. അതുവരെ സന്തോഷമെങ്കിലും കിട്ടുമല്ലോ. അവസാനം എന്താ സംഭവിക്കാമെന്ന് വിചാരിച്ചാലേ, നമുക്ക് കിട്ടില്ലെന്ന് കരുതിയ സാധനം നമുക്കങ്ങ് കിട്ടും. അപ്പോഴായിരിക്കും നമ്മൾ ആദ്യം തള്ളിവിട്ടതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത്. നിധി വരും, എനിക്കൊന്നും മനസ്സിലായില്ല. സുധീരും, മനസ്സിലാക്കാനൊന്നുമില്ല, ഞാനൊരു പ്രപഞ്ച സത്യം പറഞ്ഞതേ ഉള്ളൂ. അച്ഛനൊക്കെ ഇപ്പോൾ വീടെത്തി കാണുമല്ലേ? ശരിക്കും പാവം അച്ഛൻ. എന്നെങ്കിലും സത്യം മനസ്സിലാക്കി അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കുകയായിരിക്കും അല്ലേ? സുധീറും, പിന്നെ കുറേ കഴിയുമ്പോൾ എല്ലാം മറക്കും. അപ്പോൾ ഉറപ്പായിട്ടും തിരിച്ചു വിളിക്കും. അതെ, ഇയാൾ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത്? അടി എത്രയാ കൊണ്ടത്? സുധീറും തുടങ്ങി വെക്കുമ്പോൾ ഇത്രയും റിസ്ക് ഉണ്ടെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അല്ലേ? സുധീക്കും, താൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്നാൽ കേട്ടോ, എത്ര റിസ്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യായിരുന്നു. ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരിക്കലും സംഭവിക്കരുത്. തനിക്ക് ആ കല്യാണം ഇഷ്ടമില്ലായിരുന്നല്ലോ, അപ്പം അത് നടക്കണ്ടെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അരുണിൻ്റെ മോള് പോയിട്ട് ചോദിക്കുകയാണ്, അച്ചച്ചാ നിധി ആൻറ്റി എവിടെ? നിധിയുടെ അച്ഛൻ പറയും, മരിച്ചു പോയി മോളെ. നിധിയുടെ അമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുക, അവളെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ എന്തിനാ അവളെ അവിടെ വിട്ടിട്ട് പോകുന്നത്? ഒരടി കൊടുത്ത് കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അവനെ വാക്ക് എത്ര നാളുകൊണ്ട് അറിയാം. നമ്മളോട് അവളിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് സൂര്യയുടെ അച്ഛനും അമ്മയെ അങ്ങോട്ട് വരികയാണ്. നിധിയുടെ അച്ഛനോട് ചോദിക്കും, മകൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ളത് അറിയില്ലായിരുന്നോ? അതോ അറിഞ്ഞുകൊണ്ട് എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാണോ? സൂര്യയുടെ അമ്മ ഇങ്ങനെ നിധിയെ കുറ്റപ്പെടുത്തി ഓരോ കാര്യങ്ങൾ പറയാണ്. പക്ഷേ നിധിയുടെ അച്ഛൻ ഇതിനെ എതിർത്ത് ഒന്നും പറയില്ല. എന്നോട് ക്ഷമിക്കുമെന്ന് മാത്രം പറയും. നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ മകളെ നന്നായി വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല, സോറി. എന്നിട്ടോ അവർ നിർത്തുന്നില്ല. അവർ പറയും, നിങ്ങൾ കാരണം എൻ്റെ കുടുംബം ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂര്യയോട് ചോദിക്കും, അവൾ ഓടിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ നീ എന്തിനാടാ പിന്നാലെ പോകാൻ നിന്നത്? രാത്രിക്ക് രാത്രി നീ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയം നമുക്ക് ക്യാൻസൽ ചെയ്യാമായിരുന്നില്ലേ? സൂര്യയുടെ അമ്മ പറയും, രാത്രിക്ക് രാത്രി കണ്ടുപിടിച്ച് ഇവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. സൂര്യ പറയും, മതി അമ്മേ, ഒന്ന് നിർത്ത്. സുധിയുടെ വീട്ടിലാണെങ്കിൽ അവർ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അരുണാണെങ്കിൽ ഗുണ്ടകളെ കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ഒന്ന് ഇരുട്ടിയിട്ട് വേണം നമുക്ക് സുഭാഷിൻ്റെ വീട് വരെ പോകാൻ. ട്രാവൽസിൽ നിന്ന് അവൻ്റെ അഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നിധിയുടെ അച്ഛൻ്റെ മനസ്സ് മുഴുവൻ നിധിയുടെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സുധിയുടെ അച്ഛൻ ചായക്കടയിൽ ചെല്ലുമ്പോൾ കടക്കാരൻ ചോദിക്കും, ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. വേണ്ടടാന്ന് പറയുമ്പോൾ അവിടുന്ന് ചോദിക്കും, ഓ ചായ കുടിച്ചാൽ പിരിയല്ലേ? ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ കുടിച്ചു. ഇന്ന് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ കുടിക്കുക? ഇന്നെന്താ വിശേഷം? വീടിൻ്റെ മുന്നിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു അനൗൺസ്മെൻറ്റ് പോലെ സുധിയുടെ അച്ഛൻ ഇങ്ങനെ പറയും, എൻ്റെ വീട്ടിൽ പെണ്ണ് വാഴില്ല, പെൺകുട്ടികൾ വരില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് ആ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോവുക.